ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ഒരിക്കലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരിക്കൽ കൂടി അങ്ങനെ വ്യക്തമായിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ 15 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലും ഇറാനെ വരിഞ്ഞുകെട്ടാനോ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനോ ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറ്റാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു ചതി മുന്നിൽ കണ്ട് നിർണായകമായ സൈനിക വിന്യാസം നടത്തി ഇറാൻ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്ന്. ആണവ കരാറിന്മേൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞ് അമേരിക്ക 3 തവണ ഇറാൻ്റെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. മൂന്നാമത്തെ ചർച്ചയ്ക്ക് ശേഷം 4ാമത്തെ ചർച്ചയുടെ സ്ഥലം തീരുമാനിക്കുന്നു, സമയം തീരുമാനിക്കുന്നു. ആ ചർച്ചയിൽ എല്ലാം പരിഹരിക്കാം എന്ന പ്രത്യാശ അമേരിക്കയടക്കം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷെ പൊടുന്നനെ അമേരിക്കയും ഇസ്രായേലും ചതിയിലൂടെ ഇറാന് നേരെ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. അതായത് ഒരു വശത്ത് ചർച്ച എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും വലിയ ചതികൾ അതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഇറാന് ഉത്തമ ബോധ്യം വന്നു ആ ആക്രമണത്തിലൂടെ. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന 45 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ യുദ്ധം. അതായത് ആണവ കരാറിന്മേൽ ചർച്ച നടത്താം, ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഒരു വശത്ത് പറഞ്ഞ അമേരിക്ക, അതേസമയം മറുവശത്ത് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഭീരുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭീരുക്കളായതിൻ്റെ പേരിൽ ഇറാനെ നേർക്കുനേർ നിന്ന് അടിക്കാതെ വളരെ പെട്ടെന്ന് ഒരു ആക്രമണം, ഒരു യുദ്ധം അഴിച്ചുവിടുകയായിരുന്നു. അതുകൊണ്ടാണ് ഖാംനെയി അടക്കമുള്ള 40-ലധികം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികളെയും വധിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞത്. കാരണം ഒരു യുദ്ധം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. യുദ്ധം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചർച്ചകൾ നടക്കുമ്പോൾ പൊടുന്നനെ ഒരു യുദ്ധത്തിലേക്ക്, അത്രയും നെറികെട്ട ഒരു പണിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുമെന്ന് ലോകം പോലും കരുതിയില്ല. അപ്പോൾ ഈ യുദ്ധചരിത്രത്തിൽ എല്ലായ്പ്പോഴും ചർച്ചയ്ക്ക് വിളിക്കുക, എന്നിട്ട് കരാറിൽ ഒപ്പിടുക, അത് കഴിഞ്ഞ് ഏകപക്ഷീയമായി കരാർ ലംഘിക്കുക, അതിനുശേഷം വീണ്ടും യുദ്ധത്തിലേക്ക് ഇറങ്ങുക, ഇതൊക്കെ ഇസ്രായേൽ നേരത്തെ മുതൽ കാണിക്കുന്ന നെറികേടുകളാണ്. നമുക്കറിയാം ഗസ വിഷയത്തിലടക്കം പലതവണ വെടിനിർത്തൽ കരാറുകൾ ഏകപക്ഷീയമായി ലംഘിച്ച് നിരവധി പേരെ കൊന്നൊടുക്കിയ ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു ചർച്ച എന്ന് പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും കൂടി അതിന് കോപ്പ് കൂട്ടുമ്പോൾ, പാകിസ്ഥാൻ മധ്യസ്ഥ രാജ്യമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മറുവശത്ത് ആയുധങ്ങൾ മൂർച്ച കൂട്ടി വെക്കേണ്ടതിൻ്റെ ആവശ്യകത ഇറാന് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അതിസങ്കീർണമായ സായുധ മുന്നേറ്റത്തിനുള്ള സകല സന്നാഹങ്ങളും ഇറാൻ ഒരുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ സൈനിക നീക്കത്തിന് തയ്യാറായി ഇറാൻ സർവസജ്ജമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. US ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇതോടൊപ്പം ട്രംപിന് ഇടുത്തിയായി വന്നിട്ടുണ്ട്. ഈ ചർച്ചകളിലൊക്കെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ ഞങ്ങൾക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റ് നിർവാഹങ്ങളില്ല, ഇറാൻ ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇറാൻ്റെ ഏകദേശം അവരുടെ ആയുധപ്പുരയൊക്കെ ഞങ്ങൾ തകർത്തിട്ടുണ്ട്, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ട് മിസൈൽ ശേഖരം, മിസൈൽ ലോഞ്ചിങ് പാഡുകളൊക്കെ തകർത്തിട്ടുണ്ട്. അപ്പോൾ മിസൈലുകളില്ല, മിസൈലുകൾ ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ച് പാഡുകളില്ല. പിന്നെ എങ്ങനെയാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഇറാൻ ഇനിയുള്ള കാലം ചെറുത്തു തോൽപ്പിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച്, അതായത് ആണവ പരീക്ഷണം പൂർണ്ണമായി അവസാനിപ്പിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനം നിർത്തിവെച്ച് ഞങ്ങൾക്ക് കൈകൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് അമേരിക്ക ഈ ചർച്ചയിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതേസമയം ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആണവ പരീക്ഷണം നടത്തുന്നത്, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത്, ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം ഇനി ഹോർമുസ് കടലിടുക്ക് തുറക്കണമെങ്കിൽ ഹോർമുസിൽ ഞങ്ങൾ ചുങ്കം പിരിക്കും, ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾ അതിലൂടെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യും. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ സാമ്പത്തികമായ ഒരു വലിയ മേൽക്കൈ ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും ഇതോടെ നീക്കണം. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അമേരിക്ക ഇറാന് നൽകണം. അതായത് ഇതുവരെ തടഞ്ഞു വെക്കപ്പെട്ടതെല്ലാം തുറന്നു കൊടുക്കുക തന്നെ വേണം. അതോടൊപ്പം ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ലെബനനിലേക്കുള്ള ആക്രമണം നിർത്തി ഇസ്രായേൽ അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം.
പക്ഷേ അമേരിക്ക ഇത് അംഗീകരിക്കാൻ തയ്യാറായാൽ ഇസ്രായേലിനത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഭാവിയിൽ വലിയ ഭീഷണികളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എപ്പോഴും ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള കളമൊരുക്കലാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പഴയ അഴിമതി കേസിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ പുനരാരംഭിക്കുകയാണ്. കാരണം യുദ്ധമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധം മാത്രമാണ് ഒരു വശത്ത് പുരോഗമിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം ആ കേസ് വീണ്ടും പുനരുജ്ജീവിക്കുമ്പോൾ യുദ്ധം മൂർച്ഛിച്ചില്ലെങ്കിൽ നെതന്യാഹു പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും. അധികം വൈകാതെ ആശാൻ ജയിലഴിക്കുള്ളിൽ പോയി കിടക്കേണ്ടിയും വരും. പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കാലങ്ങളായി ഈ പ്രോസിക്യൂഷൻ നടപടികൾ എപ്പോൾ ഊർജിതമാകുന്നോ അപ്പോൾ യുദ്ധം ഊർജിതമാക്കുക എന്ന നിലയിലേക്ക് നെതന്യാഹു കടക്കുന്നത്. ഇപ്പോൾ ഗസയിലെ കഴിഞ്ഞു, ഇപ്പോൾ ഇറാന് നേരെയായി, അത് കഴിഞ്ഞിപ്പോൾ തുർക്കിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എല്ലായിടത്തും യുദ്ധം ഉണ്ടാക്കുക എന്ന മനോനിലയിലേക്ക് നെതന്യാഹു പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ലെബനനിലേക്കൊക്കെ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് രാജ്യം യുദ്ധഭീതിയിലാണ്, ക്യാബിനറ്റ് യുദ്ധഭീതിയിലാണ്, പ്രധാനമന്ത്രി യുദ്ധത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് സുപ്രീം കോടതി നെതന്യാഹുവിനെ വലിച്ചിഴക്കരുത് എന്ന നിലയിൽ ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് ഏത് നിമിഷവും അതിശക്തമായ ഒരു തിരിച്ചടി കൊടുക്കാനുള്ള സർവ്വസന്നാഹങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതായത് യുദ്ധസന്നാഹങ്ങൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു മഹാസൈന്യ പുറപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന്. ഏതാണ്ട് 7 ലക്ഷത്തോളം കരസൈന്യം ഇറാൻ്റെ പക്കലുണ്ട്. അതോടൊപ്പം യുദ്ധം ചെയ്യാൻ സജ്ജരായിട്ടുള്ള ദേശീയവാദികളായിട്ടുള്ള രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്ന ഭരണകൂടത്തിനൊപ്പം എന്തിനും ഇറങ്ങിത്തിരിക്കാവുന്ന 10 ലക്ഷത്തോളം ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ യുദ്ധസന്നദ്ധരായ ജനങ്ങളെയും അണിനിരത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിനിടയിലാണ് അമേരിക്കയ്ക്ക് ട്രംപിന് വലിയ തിരിച്ചടിയായി US ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇറാന് നേരെ ഇത്രയും ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ്റെ മിസൈൽ ശേഷിക്ക് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ മിസൈൽ നഗരങ്ങൾ തകർത്തു എന്ന് ട്രംപ് പറയുമ്പോൾ US ഇൻ്റലിജൻസിൻ്റെതായി പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത്, ആ മിസൈൽ നഗരങ്ങളിലെ അണ്ടർഗ്രൗണ്ട് നഗരങ്ങളിലെ മിസൈലുകളൊക്കെ ഇപ്പോഴും സജ്ജമാണ്. അത് പ്രയോഗിക്കാൻ വേണ്ടി ഇറാൻ എടുത്തു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഏത് നിമിഷവും ശക്തമായ മിസൈൽ പ്രയോഗങ്ങൾക്ക് ഉതകുന്ന വിധത്തിലുള്ള ഒരു വലിയ ശേഖരം, മിസൈലുകളുടെ വലിയ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് എന്ന് US ഇൻ്റലിജൻസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമാബാദിലെ 15 മണിക്കൂർ പിന്നിട്ട മാരത്തോൺ ചർച്ച, 5 ഘട്ടങ്ങളിലായി നടന്ന ഈ ചർച്ചയിൽ ഉടനീളം ഇറാനിനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇറാൻ്റെ ശേഷി തകർന്നു, ഇറാൻ്റെ മിസൈൽ ശേഷി ഇല്ലാതായി, ഇറാൻ്റെ ആയുധപ്പുരകൾ ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ, അതായത് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് US ഇൻ്റലിജൻസ് ഇതിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു നിർണായകമായ വിവരം, ചൈന അവരുടെ ഒരു പടക്കപ്പലുമായി ഇറാൻ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നത്. അതായത് ഈ ചൈനീസ് കപ്പലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഏത് റൂട്ടിലൂടെയാണ് ഇറാനിലേക്ക് എത്തുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ കപ്പലുകളിലുള്ളത് ഇറാൻ ഇപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായി ആവശ്യമുള്ള ആയുധങ്ങളാണ്. അതായത് റോക്കറ്റ് ലോഞ്ചറുകൾ, മിസൈൽ ലോഞ്ചറുകൾ. അതായത് ഇറാൻ സൈനികർക്ക്, ഇറാനിലെ സൈന്യത്തിന് അവരുടെ ചുമലിൽ വെച്ചുകൊണ്ട് തന്നെ, പുറത്ത് വെച്ചുകൊണ്ട് തന്നെ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും നൂതനമായ, ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയുള്ള മിസൈൽ ലോഞ്ചറുകളാണ് ഈ കപ്പലുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ചൈന ഇറാന് വേണ്ടി നൽകാൻ പോകുന്ന ചില രഹസ്യ ആയുധങ്ങളുണ്ട്. അതുപോലെ തന്നെ GPS നാവിഗേഷൻ സിസ്റ്റങ്ങളുടെയൊക്കെ അത്യാധുനികമായ ചില രൂപങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് കൂടുതൽ പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് ഇസ്രായേലിലേക്കായാലും ഗൾഫ് മേഖലയിലേക്കായാലും ഒക്കെ ഇറാൻ നടത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയുന്ന, ഇപ്പോൾ മിസൈൽ ലോഞ്ചിങ് പാഡുകളൊക്കെ തകർത്തു എന്ന് അമേരിക്ക പറയുമ്പോൾ, ലോഞ്ചിങ് പാഡുകൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ മിസൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് സൈനികർക്ക് ഒരേ സമയം
മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ചർച്ചയിൽ എന്തെങ്കിലും ഒരു പരാജയപ്പെടൽ ഉണ്ടായാൽ, ചർച്ചയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇറാന് അനുകൂലമല്ലാതെ വന്നാൽ ഉടൻ തന്നെ യുദ്ധം ആരംഭിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇറാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇതിനിടയിൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ കൂടി ഇറാൻ ഈ അവസരം ഉപയോഗിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ച നടത്തുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ഹോർമുസ് കടലിടുക്കിലെ മൈനുകളൊക്കെ അമേരിക്കൻ പടക്കപ്പലുകൾ നീക്കം ചെയ്തു തുടങ്ങി എന്നാണ്. 2 പടക്കപ്പലുകൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടു. അത് അങ്ങോട്ടേക്ക് നീങ്ങി അവിടെ ചെന്ന് മൈനുകൾ ഉപയോഗശൂന്യമാക്കുകയാണ്. അധികം വൈകാതെ ഹോർമുസിലൂടെ അമേരിക്കൻ പടക്കപ്പലുകളുടെ സഹായത്താൽ എണ്ണക്കപ്പലുകൾക്ക് പോകാൻ കഴിയുമെന്നൊരു പ്രതീതി ട്രംപ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോൾ തന്നെ ഇറാൻ അതിന് മറുപടി കൊടുത്തു. ഈ പറയുന്ന കപ്പലുകളൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇറാൻ മിലിറ്ററി അവരെ അവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. ഇറാൻ്റെ നാവികസേന ഈ അമേരിക്കൻ പടക്കപ്പലുകളെ തിരിച്ചയച്ചിട്ടുണ്ട്, തടുത്തിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി വരുന്നത്, ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ ആഘാതം ഇറാന്റെ ആക്രമണത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാന്റെ ആയുധശേഷി മുഴുവൻ ഇല്ലാതായി, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ മുഴുവൻ അമേരിക്ക പ്രതിരോധിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നാൾ പറഞ്ഞത്. അതായത് മിഡിൽ ഈസ്റ്റിനെ രക്ഷിക്കുന്ന ഒരു രക്ഷകനായിട്ടാണ് താൻ ഉള്ളത് എന്ന മട്ടിലൊക്കെ ട്രംപ് ഗീർവാണം അടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവരമെന്ന് പറയുന്നത്, ചില രാജ്യങ്ങളിൽ അവരുടെ ക്രൂഡ് ഓയിൽ ശേഖരം വീണ്ടെടുക്കാനും പഴയതുപോലെ ഊർജിതമായ കയറ്റുമതി നടത്താനുമൊക്കെ ഉള്ള തരത്തിൽ ഈ ഇന്ധനം പുനഃസൃഷ്ടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ, ആ നെറ്റ്വർക്ക് വീണ്ടും പഴയതുപോലെ ആകണമെങ്കിൽ ഏതാണ്ട് ഇനി ഒരു 5 വർഷത്തിലധികം വേണ്ടിവരും എന്ന റിപ്പോർട്ടാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം ശക്തമായ ആക്രമണം ഇറാൻ നടത്തുകയും അത് പല തന്ത്രപ്രധാന മേഖലകളെ തകർക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലും ഈ യുദ്ധത്തിലേക്ക് നീങ്ങാനായിട്ട് അമേരിക്കയെ സഹായിക്കില്ല, അമേരിക്കയെ പിന്തുണയ്ക്കില്ല, അമേരിക്കയെ പരമാവധി പിന്നോട്ട് വലിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ ചർച്ചയിൽ ഉടക്കി നിൽക്കേണ്ടി വരുന്നത്. അതായത് ഈ ചർച്ചയിൽ ഇറാനെ കടന്നാക്രമിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും ഇറാനെ തകർക്കും, ചർച്ച പരാജയപ്പെട്ടു എന്ന് പറയാൻ അമേരിക്കയ്ക്ക് കഴിയാത്തത്, ട്രംപിന് കഴിയാത്തത് അറബ് രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം കൊണ്ടാണ്. ട്രംപ് പറഞ്ഞതുപോലെ നെതന്യാഹുവിൻ്റെ വാക്കും വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചിട്ട് പൊടുന്നനെ ഇറാനെ വരുതിയിലാക്കാം എന്ന വാഗ്ദാനം, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോട് നിങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഇറാനെ ഞങ്ങൾ അവസാനിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിട്ട് അവസാനം എടുക്കാനും വയ്യ വെക്കാനും വയ്യാത്ത അവസ്ഥയിൽ ട്രംപ് നിന്ന് ഉരുകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഒരു വശത്ത് യുദ്ധം നിർത്തിയാൽ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടാകും യുദ്ധം തുടരാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ വഴിക്ക് യുദ്ധം ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ചാലും പണി കിട്ടുന്നത് അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. ഇപ്പുറത്താണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ട്രംപിൻ്റെ ഗൾഫിലെ ഭാവി സ്വപ്ന പദ്ധതികളൊക്കെ അവതാളത്തിലാകും. ഗൾഫിലെ എണ്ണ തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. ഇറാനെയും വരുതിയിൽ നിർത്താൻ കഴിയാതെ വരും. ഇനി ഇറാൻ പറയുന്നത് അനുസരിച്ചാലുള്ള പ്രശ്നം, ഇറാൻ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരും. ശരിക്കും പറഞ്ഞാൽ യുദ്ധം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇറാൻ്റെ കരുത്തെന്താണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞു. അമേരിക്കയെ പോലും നേരിട്ട് വെല്ലുവിളിച്ച്, അമേരിക്കയെ കൊണ്ട് മുട്ടുകുത്തിച്ച്, അമേരിക്കയെ കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കാൻ പോകുന്ന ഇറാനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ, ഉപരോധം നീക്കിയാൽ പോലും ഇറാൻ പൊടുന്നനെ ലോകരാഷ്ട്രങ്ങളിൽ വലിയ കുതിപ്പ് നടത്തുന്ന ഒരു രാജ്യമായി മാറും. കാരണം അവരുടെ എണ്ണശേഖരം വിറ്റഴിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായാൽ തന്നെ അവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഇറാൻ വലിയ കുതിപ്പിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ചൈനയുടെ സഹായവും ഇറാന് ലഭിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു യുദ്ധത്തിലേക്ക് പോയാൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി കിട്ടുന്ന സാഹചര്യമാണ്. എന്തായാലും ഒരു മഹായുദ്ധത്തിലേക്ക്, ഒരു വലിയ പടപ്പുറപ്പാടിലേക്ക് ഇറാൻ ഇറങ്ങിയിരിക്കുന്നു. ചൈനയുടെ പിന്തുണയുണ്ട്. തടയാൻ കഴിയാതെ, ഇറാനെ വരിഞ്ഞു മുറുക്കാൻ കഴിയാതെ പെട്ടുകിടക്കുന്ന ട്രംപിനെയും അമേരിക്കയുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.